ഗീതാലക്ഷ്മി മാമിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ ഇന്ന് നമുക്ക് കേൾക്കാനുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ആദ്യം കണ്ടതിലപ്പുറം മാമിൻ്റെ വിശേഷങ്ങളിലേക്ക് കൂടുതൽ കടക്കാനായിരിക്കും ആഗ്രഹമല്ലേ? മാം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നന്നായിരിക്കുന്നു. നന്നായിരിക്കുന്നു. അപ്പം നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ മാമിനെക്കുറിച്ച് പറയാനുണ്ട്. പ്രകൃതി ചികിത്സയിലും പിന്നെ അല്ലാതെ സർവീസിലിരുന്ന കുറേ അനുഭവങ്ങൾ. അതിലുപരി എനിക്കിപ്പോൾ വന്ന് കാണാൻ കഴിഞ്ഞത് ഈ ഒരു വീട് അത്ര മനോഹരമായിട്ട് ശരിക്കും ഭയങ്കര പോസിറ്റീവ് എനർജിയോടെ അതിങ്ങനെ ഒരു അമ്മയായും അല്ലെങ്കിൽ ഒരു ഡോക്ടറായും എല്ലാ റോളും എങ്ങനെയാണ് ശരിക്കും ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എന്നുവെച്ചാ പോകുന്നത്? അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു പാരമ്പര്യം തന്നെയാണത്. കാരണം അമ്മയും അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, യു ഷുഡ് നോ സംതിങ് അബൌട്ട് എവറിത്തിങ് ആൻഡ് എവറിത്തിങ് അബൌട്ട് സംതിങ്. അപ്പം നമുക്ക് എവറിത്തിങ് അങ്ങോട്ട് എല്ലാം അറിയാൻ കഴിഞ്ഞില്ലെങ്കിലും കുറേയൊക്കെ ടു ആൻ എക്സ്റ്റെൻഡ് നമുക്ക് കഠിനാധ്വാനം കൊണ്ടും പാരമ്പര്യം, ഇത് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ശരിക്കും ഒരു ഫാക്ടർ മാത്രമല്ല, പാരമ്പര്യമുണ്ട്, നമ്മുടെ ഒരു ഡെഡിക്കേഷനുണ്ട്, ഒരു എന്താണ് ഹാർഡ് വർക്കുണ്ട്, പിന്നെന്താണ് അതോടൊപ്പം എനിക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആപ്റ്റായ ഒരു വാക്കെന്ന് പറഞ്ഞാൽ സറണ്ടർ ഉണ്ട് ടു ഗോഡ് എന്ന് പറയുമ്പോൾ. നെവർ തിങ്ക് ദാറ്റ് ഒരു വിഗ്രഹാരാധന, ഞാനൊരു വലിയ ക്ഷേത്രാചാര വിശ്വാസിയാണെന്നോ, വിശ്വാസിയേ അല്ല, വിശ്വാസിയേ അല്ല, പക്ഷെ സീക്കറാണ്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാ റോളും കൂടി ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ ഒരുപക്ഷെ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ മാമിനെ എല്ലാവർക്കും പരിചിതമാണ്. 3 പ്രാവശ്യം ക്യാൻസർ വന്ന് അത് സർവൈവ് ചെയ്ത് വളരെ പ്ലസൻ്റ് ആയിട്ട് ശരിക്കും ഭയങ്കര ആരാധനയോടെ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പം ആ ഒരു അനുഭവങ്ങളൊക്കെ ആ ഒരു കഥ അത് എന്ന് പറഞ്ഞാൽ പിന്നെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു രോഗം, ഒട്ടും ഭയപ്പെടേണ്ട ഒരു രോഗമല്ല, ഒട്ടും ഭയപ്പെടേണ്ട. കാരണം വെച്ചാൽ ഇപ്പം ലോകത്തെമ്പാടുമുള്ള ഡോക്ടർമാർ പറയുന്നുണ്ട് ക്യാൻസറിൻ്റെ കാരണങ്ങൾ അറിയില്ല എന്ന്. പക്ഷെ ഞാൻ പറയും, ഞാനൊരു 100% അല്ലെങ്കിൽ പോലും 90% ക്യാൻസർ എങ്ങനെ വന്നു എന്ന് എനിക്കറിയാം, ഇത് വന്നാൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാം. പക്ഷെ ക്യാൻസർ പേഷ്യൻസിനെ ഒന്നും നമ്മൾ അങ്ങോട്ട് 100% ഗ്യാരണ്ടി കൊടുത്തൊരിക്കലും ഞാൻ ഏറ്റെടുക്കില്ല. അതെന്താ കാരണം വെച്ചാൽ അവർക്ക് ഒരുപാട് ഈ ചുറ്റിനുള്ളവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കും. എന്നുവെച്ചാൽ എന്താ പറയുക, വ്യാജ ഡോക്ടറാണ് അവർ. പിന്നെ നിങ്ങൾ എന്തായാലും നമ്മൾ ഒരിക്കലും മരിക്കും. മരണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മരണത്തിനെ ഞാനിങ്ങനെ ആസ്വദിക്കാൻ കാത്തിരിക്കുക മരണം. എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാല് എനിക്കറിയാം അത് ബെസ്റ്റ് തിങ് ഇൻ ലൈഫായിരിക്കുമെന്ന്. ഈ ലോകത്തിലെ ബെസ്റ്റ് തിങ്, ജീവിതത്തിനേക്കാൾ മനോഹരവും ജീവിതത്തിനേക്കാൾ ലഹരിയും, അല്ലെങ്കിൽ ജീവിതത്തിനേക്കാൾ സൗന്ദര്യവും ജീവിതത്തിനേക്കാൾ ലഹരിയും ഉള്ള ഒരു കാര്യമായിരിക്കും മരണം എന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്താ വെച്ചാല് ഇത് അനുഭവിച്ചവരാരും തിരിച്ചു വന്ന് ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടില്ല. ആത്മഹത്യാ ശ്രമം നടത്തിയവര് ചെയ്യരുതേ എന്ന് പറയും, ഡെഫിനിറ്റ്. പക്ഷെ വൺസ് മരിച്ചവരാരും തിരിച്ചു വന്നിട്ട് ഇത് കൊള്ളൂല, നിങ്ങൾ ഒരിക്കലും മരിക്കരുതേ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ നമ്മളോട്. ശരിയാണ്. അപ്പോഴത് അപ്പൊ അതിന് സൗന്ദര്യവും ലഹരിയും അല്ല, ഒരു സൗന്ദര്യ ലഹരി ഉണ്ട് അതില്ല മരണത്തില്. ജീവിതത്തിന് എത്ര സൗന്ദര്യവും എത്ര ലഹരിയുണ്ടോ, ഒരുപക്ഷെ അത് രണ്ടും കൂടി ചേർന്ന ഒരു സൗന്ദര്യ ലഹരി മരണത്തിനുണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ മാമിന്, നമുക്കറിയാം 3 പ്രാവശ്യം ക്യാൻസർ വരിക, ഒരുപക്ഷെ നമ്മൾ പുറമെ ക്യാൻസർ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾ ആകെ ചെറിയൊരു കാര്യം കിട്ടിയ പെട്ടെന്ന് അവർ ഇമോഷണലി ആ ഒരു സാഹചര്യത്തിൽ ഇത് 3 പ്രാവശ്യം വന്നിട്ടും അത് സർവൈവ് ചെയ്യാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതിന്റെ പെയിൻഫുൾ ആയിട്ടുള്ള ആ ഒരു ടൈം പീരീഡ് കടന്നു വരിക, അതൊക്കെ എങ്ങനെയായിരുന്നു? അത് ഒരുപാട് പറയാറുണ്ട്, ഓരോ എപ്പിസോഡ് തീരുമെന്ന് തോന്നുന്നില്ല. കാരണം അതെന്ന് വെച്ചാൽ എനിക്ക് ആദ്യത്തെ ക്യാൻസർ, അതിൻ്റെ ബേസിക് റീസൺ എന്ന് പറഞ്ഞാൽ 2 റീസൺസ് ഒരുമിച്ച് വരുമ്പോഴാണ് ട്രിഗർ ആവുന്നത്. ഇത് ഒന്ന്, ബേസിക്കലി ഞാനൊരു എന്താ പറയുക, ഒരു വികാര ജീവിയാണ്. പൊതുവെ നമ്മൾ ഇമോഷണൽ, അത് പ്രത്യേകിച്ചും സ്ത്രീകൾ പൊതുവെ അങ്ങനെയായിരിക്കും. നമ്മൾക്കൊരു വൈകാരികമായിട്ട് പുരുഷന്മാരെക്കാൾ കൂടുതൽ ഒരു ഒരുപാട് ഇമോഷണൽ ആവുന്ന, വൈകാരികമായിട്ട് ഡിസ്റ്റർബ്ഡ് ആകാൻ സാധ്യത ഉള്ള വ്യക്തികളായിരിക്കും കൂടുതൽ സ്ത്രീകളും. അപ്പോഴേ നമുക്ക് ആ ഇമോഷൻസ് നമുക്കത് പുറത്തേക്ക് വിടാനുള്ളൊരു സാഹചര്യം ഇല്ലാതെ വരികയും
അതിനോടൊപ്പം തന്നെ വേറെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ സാഹചര്യം ഒരുപക്ഷെ അത് കാരണം ചിലർ ഈ ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറയും, അതായത് വെറുതെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഡയാന രാജകുമാരി അങ്ങനെ ഒരു ബിഞ്ച് ഈറ്റിങ്ങിന് അടിമയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഫുഡ് എന്ന് വെച്ചാൽ അവർക്ക് ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ ഈ ചാൾസിൽ നിന്നുണ്ടാകുമ്പോൾ ഇവർ ഫുഡ് കഴിച്ചിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടല്ല, വിശന്നിട്ടല്ല കഴിക്കുന്നത്. അല്ല അതൊന്ന് സർവൈവ് ചെയ്യാൻ ചിലപ്പോൾ ആ ഒരു ക്രേവിങ്സ് അവർക്ക് ഉണ്ടായി ഫുഡ് കഴിച്ചു. അതന്നെ ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഫുഡ് ചില അതിൽ നിന്നുണ്ടാകാം ക്യാൻസർ. കാരണം നമ്മൾ അമിതമായിട്ട് ഭക്ഷണം മധുരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാകാം. പിന്നെ ഈ നമ്മുടെ ജങ്ക് ഫുഡുകളുണ്ടല്ലോ, അതൊക്കെ അമിതമായിട്ട് ചെറിയ അളവിൽ ഇതൊന്നും കഴിച്ചാൽ ആരും മരിച്ചു പോവില്ല. കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു അളവിൽ ഇതൊക്കെ നമുക്ക് കഴിക്കാം. ഞാനിതൊക്കെ കഴിക്കാറുണ്ട്. ഇപ്പം ഫിഷ് ഇപ്പം പിന്നെ മോൾക്ക് വയ്യാത്തതുകൊണ്ട് അങ്ങനെ ഫിഷ് അങ്ങനെ വാങ്ങിക്കാറില്ല. എങ്കിലും അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്ത് ചെറിയ അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ചിക്കൻ ആയാലും വല്ലപ്പോഴും, ചിക്കൻ നമുക്ക് അധികം അങ്ങോട്ടില്ല എങ്കിൽ പോലും വല്ലപ്പോഴും ഇപ്പം അവൾക്ക് എന്തെങ്കിലും പറഞ്ഞാൽ മാത്രം ഇത്തിരി ചിക്കനും വല്ലപ്പോഴും ഒന്ന് വാങ്ങിച്ചിട്ട് അത് എഗ്ഗും നമ്മൾ പക്ഷേ പൊതുവെ നമ്മൾ മുട്ട ഉപയോഗിക്കാറുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതൊക്കെ കഴിക്കാം. പക്ഷെ ഇതൊക്കെ അമിതമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെയാണ്. ഇത് അമിതമാകുമ്പോഴാണ്. അതുപോലെ ഈ മസാലകളുടെ ഉപയോഗം, ഇതെല്ലാം നമുക്ക് വേണ്ടതാണ് താനും. അത് അമിതമാകുമ്പോഴാണ് പ്രശ്നമാകുന്നത്. അപ്പോൾ എനിക്ക് ക്യാൻസർ വരാനുള്ള ആദ്യം ക്യാൻസർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ 2014 ജനുവരി 1 അതിൻ്റെ വിഗറസായ ലക്ഷണം പ്രത്യക്ഷപ്പെടുന്നത്. അതായത് നിൽക്കാത്ത ബ്ലീഡിങ്. അന്ന് ഞാൻ മൂലമറ്റം പവർ ഹൗസിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് ഐ വാസ് അറൗണ്ട് 47 ഐ തിങ്ക് 2014 അന്ന് വെച്ചാൽ നിൽക്കാത്ത ബ്ലീഡിങ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ ഈ ബ്ലീഡിങ് നിൽക്കാനുള്ള എനിക്ക് ഇനി വരണ്ടേ. അന്ന് ഇളയ മകള് അവളുടെ ഒരു ഫ്രണ്ടും എൻ്റെ കൂടെ അങ്ങോട്ട് വന്ന ദിവസമാണ്. പോയിട്ട് പെട്ടെന്ന് ബ്ലീഡിങ് നിൽക്കാനുള്ള ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു. ഹസ്ബൻഡ് ഞങ്ങളുടെ വണ്ടിയിൽ പകുതി വഴി വരെ വന്നു. എന്ന് വെച്ചാൽ എനിക്ക് അത്രയും വെയിറ്റ് ചെയ്യാൻ വയ്യ, എങ്ങനെയെങ്കിലും വീട്ടിൽ വരണം. ഞങ്ങളുടെ ഓഫീസ് വണ്ടിയിൽ എന്ന് വെച്ചാൽ നമ്മളങ്ങനെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഓഫീസ് വണ്ടി ഉപയോഗിക്കാത്തത് കൊണ്ട് എനിക്കൊരു ഇൻസ്പെക്ഷന് പോകണമായിരുന്നു പകുതി വഴിയിൽ പാലായിൽ. അപ്പം പാലായി വരാൻ ഹസ്ബൻഡോട് പറഞ്ഞപ്പം അങ്ങനെ വന്നിട്ട് അപ്പം മോളും മോളുടെ ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് പരബ്രഹ്മ ഹോസ്പിറ്റലിൽ പോയപ്പോഴേ പുള്ളിക്കാരി അവിടുത്തെ ഗിരിജ ഞങ്ങളുടെ അടുത്തൊരു ഫാമിലി ഫ്രണ്ട്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ് കുറച്ചൊരു എന്തോ ഒരു ചെറിയൊരു സംശയമുണ്ട് ഗീതയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ നാച്ചുറോപ്പതി ചെയ്തോളാം എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു. അപ്പോൾ പിന്നെ കുറേ കൗൺസിലിംഗ് ഒക്കെ ചെയ്തപ്പോൾ അതൊന്നും പോരാ ഗീത എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ 1-2 മാസം നാച്ചുറോപ്പതി തന്നെ ചെയ്തു. അതായത് അറൗണ്ട് ഒരു 1-2 മാസം വേവിച്ച ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല, കുക്ക് ചെയ്ത ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല, പഞ്ചസാര ഉപ്പ് ഒരു സ്പൈസസ് ഉപയോഗിച്ചിട്ടില്ല. ഏകദേശം 2 months. അപ്പം അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അന്ന് അമ്മയ്ക്ക് ഞാൻ പറഞ്ഞില്ല, അമ്മയുടെ 37ാമത്തെ വയസ്സിൽ ഇങ്ങനെ പൊട്ടി വീണ പോലെയാണ് ഞാനുണ്ടായത്. അങ്ങനൊരു അമ്മ പ്രസവിക്കുന്ന ആരും പ്രതീക്ഷിച്ചില്ല. ചേച്ചിക്ക് 12 വയസ്സായി. അപ്പോഴേക്ക് എന്നുവെച്ചാൽ അമ്മ ഒരുപാട് പരിഹാസവും കേട്ടു, മച്ചി എന്നൊക്കെ അന്നത്തെ കാലത്ത് വിളിക്കുമല്ലോ. അപ്പം അങ്ങനെ കേട്ട് പിന്നെ ഒരുപാട് ബുദ്ധിമുട്ട് ഇരുന്ന് പ്രതീക്ഷിക്കാതെയാണ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോഴും ഓർമ്മകളിലോട്ട് തിരിച്ചു നമ്മള് ഒരു കഥ നമ്മളിങ്ങനെ പറയുമ്പോ അമ്മ അല്ലെങ്കിൽ കുടുംബ സാഹചര്യത്തിലോട്ട് വേറെ വഴിയിലോട്ട് പോയല്ലേ. പിന്നെ ഒരുപാട് പെയിൻഫുൾ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ അമ്മ വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഫോഴ്സ് അമ്മയാണ്. കുട്ടികൾക്കായാലും എനിക്കായാലും ഏറ്റവും വലിയൊരു ഫോഴ്സാണ് അമ്മ എന്ന് പറഞ്ഞാൽ. അമ്മയുടെ എന്ന് വെച്ചാൽ അമ്മയുടെ ക്വാളിറ്റീസിൻ്റെ ഒരു 50% പോലും നമുക്കാർക്കും കിട്ടിയിട്ടില്ല. എന്നുവെച്ചാൽ അതിലുള്ള ശരിക്കും ഈ ഗീതയിലോട്ട് ഞാൻ തിരിയാനും റിസർച്ചിലേക്ക് വരാനും കാര്യം ഇതെങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും. അമ്മയുടെ അമ്മ എത്തിയ അത്ര വലിയൊരു ത്യാഗവും ക്ഷമയൊക്കെ നമുക്ക് എങ്ങനെ അങ്ങോട്ട് നമ്മുടെ ഈ ശരിക്കും ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് കുറവാണ് എനിക്ക്. ഇൻ്റലിജൻ്റ് ആണെന്ന് പലരും വിശേഷിപ്പിക്കും, പക്ഷേ ഞാൻ ഇൻ്റലിജൻ്റ് ആണെന്ന് തോന്നാറില്ല. ഇൻ്റലിജൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ടെക്നിക്കൽ ഇൻ്റലിജൻസോ അല്ലെങ്കിൽ മേ ബി അനദർ ഇപ്പം ഈ ഡ്രസ്സ് അങ്ങനെ നമ്മൾ സ്കിൽസ് ഉണ്ടല്ലോ. ഇപ്പം ഇത് മോള് വരച്ചതാണ്, അപ്പോൾ ഇതിൻ്റെ ഒരു റെഫറൻസ് ആ ട്രേയില്ല റെഫറൻസ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു
ഇതിന് വരയ്ക്കുക എന്ന് പറഞ്ഞിട്ട് പെയിന്റ് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. അപ്പം ഞാനും ഇത് ചെയ്യുമായിരുന്നു. അപ്പോൾ കുട്ടികളായിരുന്നപ്പോഴേ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം അല്ല നമ്മൾ ബോധപൂർവം ചെയ്യുന്ന അല്ലെങ്കിൽ അവർ കണ്ടു പഠിക്കുമല്ലോ. ഇപ്പം എൻ്റെ ഇളയ മോള് 2 വയസ്സുള്ളപ്പം വൃക്ഷാസനം ചെയ്യുമായിരുന്നു. അതെന്താ വെച്ചാൽ ഇവൾ എണീറ്റ് വരുമ്പം ഞാൻ ഏതെങ്കിലും ഒരു പോസ്റ്റിലായിരിക്കും 4 മണിക്കോ 3 മണിക്കോ ഒക്കെ. അപ്പോൾ ആര് വന്നാലും വളരെ ഷൈ ആണ് അവൾ ഒട്ടും പുറത്തിറങ്ങത്തില്ല. എന്ന് വെച്ചാൽ ഇവള് കുറച്ച് എക്സ്ട്രോവേർട്ടാണ്, അവൾ വളരെ അന്തർമുഖയാണ് ആള്. ആകെ ചെയ്യുന്നത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അടുത്ത് വന്നിട്ട് പതുക്കെ പറയും അവൾ യോഗ ചെയ്യട്ടെ എന്ന്. അപ്പം വൃക്ഷാസനം ചെയ്യാനറിയാം 2 വയസ്സിൽ, എന്നിട്ട് ബാലൻസ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ വൃക്ഷാസനം ചെയ്ത് കാണിക്കും ചെയ്യട്ടെ എന്ന്. അല്ലെങ്കിൽ പിന്നില്ല ആളങ്ങ് പിന്നങ്ങ് മുങ്ങും ആള്. അതെന്ന് വെച്ചാൽ വലിയ പേടിയാണ് ആൾക്ക്. അങ്ങനെ അപ്പം ക്യാൻസറിൻ്റെ കാര്യം പറഞ്ഞു വന്നേ. അപ്പോഴങ്ങനെ ഞാനൊരു 2 മാസത്തോളം ഗിരിചേച്ചിയെ മുങ്ങി നടന്നു. ഗിരിചേച്ചി മറ്റേ ടെസ്റ്റ് CA-125 ടെസ്റ്റ്. അപ്പം ചേച്ചി അത് പിന്നെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിങ്ങനെ മുങ്ങി നടന്നു. അത് കഴിഞ്ഞ് പിന്നെ നമുക്കൊരു അപ്പം പക്ഷേ അന്നെന്ന് വെച്ചാൽ അമ്മയ്ക്ക് അറൗണ്ട് 80 സംതിങ് ഉണ്ട് വയസ്സ്. ഒരു ടൈമിൽ അമ്മ ഉണ്ട് കൂടെ. ഉണ്ട്. അപ്പം അമ്മ ഒരു ഷീ വാസ് അറൗണ്ട് 84-85 അങ്ങാണ്ടായിട്ടുണ്ട് അമ്മയ്ക്ക്. മോള് MA പഠിക്കുന്നു, ഇളയ മോള് BSc പഠിക്കുന്നു. അപ്പം നമ്മുടെ ഒരമ്മയെന്നുള്ള നിലയിലും ഒരു മകളെന്നുള്ള നിലയിലും നമ്മുടെ റോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയമാണത് അവർക്ക്. അപ്പോൾ എനിക്ക് ട്രാൻസ്ഫർ കിട്ടണമെങ്കിൽ RCC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു ട്രാൻസ്ഫർ കിട്ടും. അല്ലാതെ ജെന്വൻ ചെയ്താൽ ട്രാൻസ്ഫർ കിട്ടത്തില്ല. അത് കിട്ടുന്നവർക്ക് കിട്ടും. ഈ പറഞ്ഞ മാതിരി പൊളിറ്റിക്സും അതൊക്കെ ആയിട്ട് നടക്കുന്നവർക്ക് അവർക്ക് ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടമുള്ളത്രയും കാലം ജോലി ചെയ്യാം. നമ്മളെ പോലുള്ളവർക്ക് അപ്പോൾ എന്നിട്ട് നമ്മളോട് പറയുന്നത് എന്താണെന്നറിയുമോ, ഏറ്റവും പ്രഗത്ഭയായ സ്ത്രീകളെയാണ് ഞങ്ങൾ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഏറ്റവും അതുകൊണ്ടാണ്. അപ്പം നമ്മൾക്ക് പിന്നെ നമ്മളങ്ങ് മയങ്ങി വീഴുമല്ലോ എന്ന് വെച്ചിട്ട് അതിന് വേറെ ഗതിയില്ല. ഏറ്റവും പ്രഗത്ഭയായ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ പ്രഗത്ഭരായ ഞാൻ മാത്രമേ ഉള്ളൂ വനിതാ എഞ്ചിനീയറെ ആണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ പോസ്റ്റ് ചെയ്യുന്നത് എവിടെ മൂലമറ്റത്തും, അത് കഴിഞ്ഞ് മൂഴിയാർ പോസ്റ്റ് ചെയ്യുമ്പം സെക്കൻഡ് ക്യാൻസർ അറ്റാക്ക് വരുന്നത് മൂഴിയാർ വെച്ചിട്ടാണ്. അന്നേരം 53 ഉണ്ട് എനിക്ക് ഏജ്. 50 എന്താണ് നമ്മുടെ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ റെഗുലേഷൻ ഉണ്ട്, 50 കഴിഞ്ഞവരെ പവർ ഹൗസിൽ പോസ്റ്റ് ചെയ്യരുത്. ലേഡീസിനെ പ്രത്യേകിച്ച് 2 പേരുടെയും 50 കഴിഞ്ഞവരും ലേഡീസും അവരുടെ കൺസെന്റ് എഴുതി വാങ്ങിച്ചിട്ടേ പോസ്റ്റ് ചെയ്യാവുള്ളൂ എന്ന് സെൻട്രൽ റെഗുലേഷൻ ഉണ്ട്. റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ടല്ലോ CEAയുടെ സെൻട്രൽ. അപ്പോഴും പറയുന്നത് എന്താണെന്നറിയോ, നമ്മളെ സോപ്പിടുകയാണ് അത് പറയുമ്പോൾ. കാരണം എനിക്ക് ഒട്ടും തന്നെ പവർ ഹൗസിലെ ജോലി എന്ന് പറഞ്ഞാൽ ഹൊറിബിളാണ്. അപ്പോഴാണ് ഞാൻ VRS അപ്ലൈ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ടൈം ഉള്ളത് പറയാം. മൂലമറ്റത്ത് ഇരിക്കുമ്പോഴത്തേക്ക് അപ്പോഴും 2 മാസമൊക്കെ ഇരുന്നപ്പോൾ എനിക്ക് ട്രാൻസ്ഫർ കിട്ടണമെങ്കിൽ RCCയുടെ സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ മനസ്സിലുണ്ടോ ഇത് ബ്ലീഡിങ് ചിലപ്പോൾ ക്യാൻസർ ആണോ അങ്ങനെ എന്തെങ്കിലും തോന്നിയായിരുന്നോ? അല്ല, പിന്നെ അത് കഴിഞ്ഞ് ക്യാൻസർ ലക്ഷണങ്ങൾ സംശയം തോന്നിയായിരുന്നു. ലക്ഷണങ്ങൾ നമുക്കറിയാമല്ലോ, നമ്മുടെ ഇത് വെച്ചിട്ട് നമുക്ക് ഏകദേശം അറിയാമല്ലോ. അപ്പോഴ് ആയേക്കാം എന്നൊരു സാധ്യതയെ തോന്നിയുള്ളൂ. അങ്ങനെ ആകാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട്. അപ്പം അല്ല RCC ട്രാൻസ്ഫർ ഇത് എന്ന് പറഞ്ഞാൽ RCC പോകുമ്പം കൺഫേം ചെയ്തു. CA-125 എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റാണ്. ഒവേറിയൻ ക്യാൻസർ ആയിരുന്നു ഫസ്റ്റ് ടൈം വന്നത്. അപ്പോൾ അത് CA-125 എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ്. അപ്പോൾ അത് പോസിറ്റീവ് ആയതുകൊണ്ടാണ്. പിന്നെ ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ ഹസ്ബൻഡ് കാര്യത്തിലൊക്കെ വളരെ പർട്ടിക്കുലറാണ്. ആ പുള്ളി കട്ടായം പിടിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ പോവില്ല. ഈവൻ അമ്മ ഇല്ലേ, അമൃതാനന്ദമയി, 2-3 അമ്മമാരാണ് നമ്മുടെ ബാക്ക് ബോൺസ് കേട്ടോ. എൻ്റെ അമ്മ, പിന്നെ ദാണ്ട നിൽക്കുന്ന ആദിവാസി അമ്മ പത്മശ്രീ ലക്ഷ്മിക്കുട്ടി അമ്മ, പിന്നെ അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന അമൃതാനന്ദമയി അമ്മ. അങ്ങനെ 2-3. അപ്പോൾ അമ്മ പറഞ്ഞു, ഇത് പറഞ്ഞ പോലെ നാഗചേച്ചി പറഞ്ഞ മുത്തേ മോളെ നീ, അപ്പോൾ പുള്ളി എന്ന് പരാതി പറഞ്ഞു അമ്മയുടെ അടുത്ത്, ഇങ്ങനെ വരുന്നില്ല ട്രീറ്റ്മെൻറ്റിന് പ്രകൃതി ചികിത്സയെന്നും പറഞ്ഞിരിക്കുകയാണെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, മോളെ മുത്തേ നീ ട്രീറ്റ്മെൻറ്റ് വേണം, നീ ഇവിടെ ഇരിന്നൊക്കെ പറഞ്ഞ് പിടിച്ചവിടെ ഇരുത്തി. അമ്മ അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് മുങ്ങി. ശരിക്കും പറഞ്ഞാൽ ഇതറിയാം എങ്കിലും പതുക്കെ സ്കിപ്പ് ചെയ്ത് എന്തായിരുന്നു അങ്ങനെ ഒരു മനസ്സ് തോന്നിയ? എനിക്ക് നാച്ചുറോപ്പതി കൊണ്ട് ക്യൂർ ചെയ്യാമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരത്തെ ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വരണമെങ്കിൽ RCCയുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നമുക്ക് ട്രാൻസ്ഫർ കിട്ടില്ല. കാരണം മൂലമറ്റത്തെ ജോലിയിൽ നിന്ന് ഇവിടെ വന്ന് ഈ സിറ്റുവേഷൻ അതായിരുന്നു. അതുകൊണ്ട്
അങ്ങനെ ട്രീറ്റ്മെൻറ്റിന് പോയി. അപ്പം പിന്നെ വലിയ CA-120, അതായത് ഓവേറിയൻ ക്യാൻസർ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ഫേറ്റൽ ഡെഡ്ലിയസ്റ്റ് ക്യാൻസേഴ്സ് ആണ്, അല്ലാതെ നിസ്സാര ക്യാൻസർ അല്ലത്. അപ്പോഴേ എനിക്കങ്ങനെ പേടിയൊന്നും ഇല്ലായിരുന്നു. ഇതിലപ്പുറവും ചാടിക്കിടന്നു മരിക്കും. ഞാൻ പറഞ്ഞില്ലേ, മരണം എന്ന് പറഞ്ഞത് ആത്മഹത്യയിലൂടെ അല്ല, സ്വാഭാവിക മരണം എന്ന് പറയുന്നത് എൻ്റെ സൗന്ദര്യലഹരി ആസ്വദിക്കാൻ, ജീവിക്കാനും സന്തോഷം തന്നെ, മരിക്കാൻ അതിലും വലിയ സന്തോഷം. നമുക്ക് സന്തോഷക്കുറവൊന്നും ഇല്ലയോ? ജീവിക്കാൻ സന്തോഷക്കുറവുള്ളതുകൊണ്ടല്ല മരണത്തിനെ സ്നേഹിക്കുന്നു. സ്നേഹമല്ല, നല്ലൊരു എന്നുവെച്ചാൽ പിന്നെ നമുക്കെന്ന് വെച്ചാൽ എന്താ പറയുക, അത് പറയാൻ വാക്കുകളില്ലായിരുന്നു. നമ്മൾ അനുഭവിച്ചിട്ടില്ല, അനുഭവിച്ചാലല്ലേ അറിയാൻ പറ്റും. ശരിക്കും ഈ ഒരു നാഷണൽ വുമൻസ് ഡേയിൽ നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മൾ പരിചയപ്പെടേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് വന്നാൽ സ്ത്രീകൾ അയ്യോ എനിക്കത് വയ്യ, എനിക്ക് ഇത് നടുവേദന, കാല്, പക്ഷെ അവിടെ നിന്നും ക്യാൻസർ പോലും അറിയാതെ ഒളിച്ചോടുമായിരുന്നു, ക്യാൻസർ തപ്പി നടക്കുമായിരുന്നല്ലേ. അതെ അതെ അതെ. എന്നിട്ട് പിന്നെ അപ്പോഴേ RCC പോയി ട്രീറ്റ്മെന്റ് എടുത്തു. അപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ഞാൻ പിന്നെ ഫോളോ അപ്സിന് പോകില്ല. അത് പിന്നെ നമ്മളോട് വേണ്ട കളി എന്നുള്ള മട്ടില്ല. കാരണം അപ്പൊ ഇപ്പോഴും എല്ലാവരും പറയും ഒന്ന് പോയി ഫോളോ അപ്പിന് പോകണമെന്നൊക്കെ. കാരണം എനിക്ക് അപ്പോഴേ ഒരു അബ്സല്യൂട്ട് നെസസിറ്റി ആയിരുന്നു ട്രാൻസ്ഫർ എന്നുള്ളത്. അപ്പോൾ ട്രാൻസ്ഫർ കിട്ടി. പിന്നെ കിട്ടിയപ്പോഴും അവരൊരു പണി ചെയ്തു, കഴിയാവുന്ന അത്ര ദൂരെ തന്നു. ആലപ്പുഴ ജില്ലയിലല്ലേ എന്ന് പറഞ്ഞിട്ട് ആലപ്പുഴ തന്നു. പിന്നെ അവിടെ നിന്ന് ഇത്രയും യാത്രയും എന്ത് ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ കീമോതെറാപ്പി എടുത്തു കഴിയുമ്പോഴുള്ള അനുഭവം, കാരണം വെറും കീമോതെറാപ്പി അല്ല, മെനോപോസിന്റെ എഫക്റ്റും കൂടെ ആയില്ലയോ. അതൊരു ഹൊറിബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. കീമോതെറാപ്പി എടുക്കുകയും നമുക്ക് യൂട്രസ് ഹിസ്റ്ററക്ടമി ഉൾപ്പെടെയാണ്, അതും 2 ഓവറിയും റിമൂവ് ചെയ്തു. കാരണം ഞാനെന്നാ അല്ലാതെ പറ്റുമോ നോക്കുമ്പം 2 ഓവറിയിലും ഒരു ഓവറിയിലും മറ്റേ ഓവറിയിലും ഗ്രോത്ത് ഉണ്ടോ എന്ന് സംശയം, തുറന്നു നോക്കാൻ അറിയാൻ പറ്റില്ല. പിന്നെ യൂട്രസിൽ ഗ്രോത്ത് ഉണ്ട്. അപ്പോഴേ രക്ഷയില്ല. ഓരോ ഓവറിയെങ്കിലും നമുക്ക് നിർത്തിയാൽ കുറച്ചൊരു ഹോർമോൺ ബാലൻസ് കിട്ടും. സാധാരണ യൂട്രസ് റിമൂവ് ചെയ്യുമ്പോൾ ഓവറി റിമൂവ് ചെയ്യാറില്ല. അതായത് കംപ്ലീറ്റ് ഹിസ്റ്ററക്ടമി, അപൂർവം കംപ്ലീറ്റ് ഹിസ്റ്ററക്ടമി എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ 2 ഓവറിയും യൂട്രസും ഒരുമിച്ച് റിമൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കംപ്ലീറ്റ് ഹിസ്റ്ററക്ടമി എന്ന് പറയുന്നത്, ഹിസ്റ്ററക്ടമി. അപ്പം അത് കഴിയുന്നതും അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പ്രത്യേക റെഗുലേഷൻ ഉണ്ട്. അബ്സല്യൂട്ട് കണ്ടീഷൻസിൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ഹിസ്റ്ററക്ടമി എപ്പോഴും ചെയ്യാവുള്ളൂ. യൂട്രസ് അത്യാവശ്യമാണെങ്കിൽ റിമൂവ് ചെയ്യാം എപ്പോഴും. ഓവറി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ ചെയ്യാവുള്ളൂ എന്നുണ്ട്. അപ്പം പക്ഷേ ഇതും കൂടായി കിമോയുടെ എഫക്റ്റും കൂടെ ആയപ്പോഴത്തേക്കും വല്ലാത്ത അവസ്ഥ. ഇത്രയും ദൂരം യാത്ര ചെയ്ത് 45 കിലോമീറ്റർ. അമ്മ അപ്പോഴത്തേക്ക് രസം എന്ന് വെച്ചാൽ ഞാൻ സർജറി ചെയ്ത് ഇവിടെ കിടക്കുന്നു, ഞാൻ സർജറി ഇതിന് ചെയ്യാൻ വേണ്ടി ലീവ് എടുക്കാൻ ഇവിടുന്ന് മൂലമറ്റത്തേക്ക് പോവുകയാണ്. അവിടെ എത്തുന്നതിന് മുമ്പേ എനിക്ക് ഹസ്ബൻഡിൻ്റെ കോള്, അമ്മ ഒന്ന് വീണു കേട്ടോ എന്ന്. ശരി എന്ന് പറഞ്ഞിട്ട് എന്താണ് ഈ ഫീമർ ബോൺ പൊട്ടി, മൾട്ടിപ്പിൾ ഫ്രാക്ചർ, വലത്തെ കാലിൻ്റെ ഫീമർ ബോൺ പൊട്ടിയിട്ട് മൾട്ടിപ്പിൾ ഫ്രാക്ചർ ആയിപ്പോയി. കാരണം ആ ഒരു ഏജിൽ അത് എന്ന് പറഞ്ഞാൽ അകത്തല്ല വീണത്, വെറുതെ മുറ്റത്ത് ഒരു സപ്പോട്ടയുടെ കൊമ്പ് പിടിച്ച് കെട്ടാൻ പോയപ്പോൾ ആ തെങ്ങിൻ്റെ തടത്തി വീണത്, വെറും മണ്ണിൽ വീണു. അപ്പോൾ ആ റൂം അമ്മ സർജറി ചെയ്ത് ഞാൻ വന്നപ്പോഴത്തേക്ക് സർജറി കഴിയേണ്ട അവസ്ഥയായി. ഞാൻ തിരിച്ചു വന്നു, പിറ്റേ ദിവസം വന്നപ്പോഴത്തേക്ക് ഇമ്മീഡിയറ്റ് സർജറി ആയിരുന്നു. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ വാതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നാൽ കാണത്തക്ക റൂം ബുക്ക് ചെയ്തു. കാരണം മക്കൾ 2 പേരെ നോക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കിടക്കുകയാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് വന്ന് പിന്നെ 1-2 ഫോളോ അപ്പിന് അത്യാവശ്യമായിട്ടും പോകണമായിരുന്നു. പിന്നീട് പോയിട്ടില്ല. 2015 ഒക്ടോബറിൽ പോയതിന് ശേഷം പിന്നെ RCCയിൽ ഫോളോ അപ്പിന് പോയിട്ടില്ല. അതിനുശേഷമാണ് 2 പ്രാവശ്യം വന്നത്. അപ്പോൾ ആ 2 പ്രാവശ്യം വന്നതെന്ന് എങ്ങനെ മനസ്സിലായിരുന്നു ശരിക്കും? അത് എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ഒരാൾ പറഞ്ഞ് ചുമ്മാ തട്ടുന്നതായിരുന്നു. ഇത് ഇങ്ങനെ എന്ന് വെച്ചാൽ എന്താണ് ഈ വെറുതെ കള്ള് കാണുന്നത്. അപ്പം അതിന് ദൈവം അതുകൊണ്ടായിരിക്കും ഇവിടെ തന്നെ. കാരണം ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്നോ ഓവേറിയൻ ക്യാൻസർ എന്നോ പറഞ്ഞാൽ നമുക്ക് ഒരു നിവൃത്തിയില്ല പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ദയവായിട്ട് നാച്ചുറോപ്പതിയിൽ കൂടുതൽ അത് എങ്ങനെയായിരുന്നു ഈ 2 സ്റ്റേജിലും? ഞാൻ ചോദിക്കട്ടെ, ആദ്യം വന്നത് ഈ പറഞ്ഞ പോലെ നമുക്ക്
ഒവേറിയൻ ക്യാൻസർ ആണ്. രണ്ടാമത് പിന്നെ അല്ല അതിന് വേറൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ടൈം വന്ന ക്യാൻസറിന് നമ്മൾക്ക് കീമോ എടുക്കാൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അതെ അതെ അതെ. ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെന്നേ പറയത്തുള്ളൂ, ഒരു കീമോ എന്ന് പോലും പറയില്ല. അപ്പോഴത്തേക്ക് അപ്പം നമുക്ക് ഫസ്റ്റ് ക്യാൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ വരുന്ന നമ്മുടെ പിക്ചർ എന്തായിരിക്കും? മുടിയൊക്കെ കഴിഞ്ഞ ഒരുമാതിരി വീർത്ത് വൃത്തികേടായി പിരികമെല്ലാം പോയിട്ട് ആ വണ്ണം വെക്കുന്ന പോട്ടെ, ഈ മുടിയും പുരികവും പോക്കിയിട്ട് നമ്മൾ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ഓ അത് ഒരു ഹൊറിബിൾ ആയിട്ടുള്ള, അതേ ഉള്ളൂ, വേറെ വിഷമമൊന്നുമില്ല. പക്ഷേ മറ്റുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ ക്യാൻസറിനെ ഇത്രയും ആളുകൾ ഭയക്കുന്നത് അതുകൊണ്ടായിരിക്കും. അപ്പോൾ രണ്ടാമതും ഈ മൂന്നാമതും തിരിച്ച് വന്നപ്പോൾ കംപ്ലീറ്റ്ലി നാച്ചുറോപ്പതിയിലൂടെയാണ് അത് ട്രീറ്റ്മെന്റ് ചെയ്തത്. നാച്ചുറോപ്പതി മാത്രമല്ല, ഞാനൊരു ഹോളിസ്റ്റിക്, അല്ലെങ്കിൽ ഹോളിസ്റ്റിക് എന്നല്ല പറയുക, എനിക്ക് തോന്നുന്നു ഇന്റഗ്രൽ ഹീലിംഗ് അതിനെ വിളിക്കാൻ തോന്നുന്നു. കാരണം വേറൊരു യോഗ വൈദ്യം എന്ന് നമ്മൾ യോഗ എന്ന് പറയുമ്പോൾ ആളുകളൊക്കെ യോഗ പഠിപ്പിക്കാൻ വരും. എനിക്കാണെങ്കിൽ ഈ യോഗാഭ്യാസം പഠിപ്പിക്കുന്നത് മഹാ ഇഷ്ടക്കേടുള്ളൊരു കാര്യമാണ്. ഈ വലിയ ബുദ്ധിമുട്ടാണ്. ഇഷ്ടംപോലെ യോഗ സെൻറ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പം എല്ലാവരുടെയും വിചാരം ഞാൻ യോഗ ടീച്ചറാണ്. യോഗ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. കാരണം ഒരു എന്താ പറയുക, കുറേ അഭ്യാസങ്ങൾ അത് നല്ലതാണ്, ഞാനും ചെയ്യുമായിരുന്നു. ഇപ്പം മറ്റേ 3 മണിക്ക് എഴുന്നേറ്റ് യോഗ എനിക്ക് കുറച്ച് കട്ടി അഭ്യാസങ്ങൾ വലിയ ഇഷ്ടമുള്ളതുണ്ടായിരുന്നു. സർവാംഗാസനം, ശീർഷാസനം, ഹലാസനം, ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ്. പിന്നെ സൂര്യ നമസ്കാരം. ഇത് ഇങ്ങനത്തെ കുറച്ച് എനിക്ക് ഒരു പാഷനേറ്റ് ആണ് ആ ഒരു പൊസിഷൻസിനോട്. എന്തോ ഒരു ഇഷ്ടം ഓരോരുത്തർക്കും ഉണ്ടാകും അവരുടെ ബോഡി. പക്ഷെ നമ്മള് നമ്മുടെ ശരീരത്തോട് തന്നെ അത്രയും സ്നേഹം, നമ്മളെ തന്നെ ഒരു റെസ്പെക്ട് നമ്മൾ കൂടുതൽ കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം. ഒരുപക്ഷെ ആഫ്റ്റർ ആ ഒരു ഇത്രയും ഈ ആസനങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു ഫ്രഷ്നെസ് നമ്മളെ കൂടുതലും അതിലോട്ട് എത്തിക്കും. പക്ഷെ ഇപ്പം ചെയ്യാറില്ല. ഇപ്പം എനിക്ക് മടിയാണ് അത് ചെയ്യാൻ. അതെന്ത് അല്ല എന്ന് വെച്ചാൽ മടി മാത്രമല്ല, യോഗ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വിചാരം ഇങ്ങനെയുള്ള അഭ്യാസങ്ങളല്ല. അപ്പം യോഗ വൈദ്യം എന്നാണ് നമ്മുടെ ഒരു സ്ട്രീമിനെ ഞാൻ തന്നെ വിളിക്കുന്നത്. ഞാൻ എന്നെ വിമൽകുമാർ എന്ന് വിളിക്കുന്നത് പോലെ. അത് പലപ്പോഴും കേട്ടാൽ മനസ്സിലാവില്ല ഇതെന്താണെന്ന്. അപ്പം ആളുകളുടെ വിചാരം ഇത് കുറേ യോഗ പോസ്റ്റേഴ്സോ അങ്ങനത്തെയാണെന്ന്. അതും മേ ബി വേണമെങ്കിൽ എടുക്കാം, അതും നിർബന്ധമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഒരു പാഷൻ അല്ലെങ്കിൽ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ കുറച്ച് സൂക്ഷ്മയോഗകളുണ്ട്. ഇപ്പം ഇരുന്നോണ്ടോ നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സൂക്ഷ്മയോഗയുടെ കൊച്ചു കാര്യങ്ങൾ, നമ്മൾ കൈകൊണ്ട് അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളുണ്ട്. നമുക്ക് അത് ചെയ്താലും മതി. അതൊക്കെ ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. പിന്നെ വൃക്ഷാസനം എന്നും ചെയ്യാറുണ്ട്. താലാസനം, അത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചെയ്യാറുണ്ട്. അപ്പം ക്യാൻസർ പേര് ചെയ്തത് നാച്ചുറോപ്പതി, എനർജി ഹീലിംഗ്, അതായത് റെക്കിന്നോ പ്രാണിക് ഹീലിംഗ് എന്നോ ഒക്കെ വിളിക്കാവുന്ന ഏതെങ്കിലും, അതിന് തന്നെ സ്ട്രീംസിൽ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ മെഡിറ്റേഷൻ, ഫുഡ് നമ്മൾ അതെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചേർത്തിട്ടാണ് അതുകൊണ്ട് എനിക്ക് വിളിക്കാൻ ഇഷ്ടം അതിനെ ഒരു ഇൻ്റഗ്രൽ ഹീലിംഗ് അല്ലെങ്കിൽ യോഗ വൈദ്യം എന്നാണ്. എനിക്ക് ഇനി അതിലും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു വാക്ക് ഇന്ത്യൻ ഭാഷകളിലോ ഇംഗ്ലീഷിലോ എല്ലാം ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാനതിനെ ഇൻ്റഗ്രൽ ഹീലിംഗ് അല്ലെങ്കിൽ യോഗ വൈദ്യം എന്ന് വിളിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ മാം, ഇപ്പം ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ തന്നെ എനിക്ക് പ്രധാനമായിട്ടും ചോദിക്കാൻ തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിലും കഴിഞ്ഞ കാലഘട്ടം ഏതൊരു കാലഘട്ടം എടുത്താൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവരോട് പൊതുവെ എന്താണ് പറയാനുള്ളത്? അവരോട് സ്ത്രീകൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി നല്ല സ്ട്രോങ് ആകണം. അതില്ലെങ്കിൽ പണത്തിന് മേലെ പരിങ്കം ഒന്നും പറക്കൂല. ഈവൻ രോഗം വന്നാൽ ഏറ്റവും വലിയ ദുഃഖം എന്താണ് ഈ ലോകത്തിലെന്നറിയോ? ഏറ്റവും വലിയ ദുഃഖം ഫിനാൻഷ്യലി നമ്മുടെ ദാരിദ്ര്യ ദുഃഖമാണ് ഏറ്റവും വലിയ ദുഃഖം. അതിന് തൊട്ടടുത്തേ ഉള്ള ആരോഗ്യ കാരണം നമുക്ക് പണം ഉണ്ടെങ്കിൽ ഇപ്പം മമ്മൂട്ടിക്ക് എന്തോ ഒരു മോശം ക്യാൻസർ പോലെ എന്തോ രോഗമാണ് വന്നതെന്നല്ലേ പറയുന്നത്. അദ്ദേഹത്തിന് അതിനെ അതിജീവിക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് സാധാരണക്കാരന് എടുക്കാൻ പറ്റുമോ? ഇപ്പം ഒരിക്കലും പറ്റില്ല. അപ്പോൾ അപ്പം അദ്ദേഹം, നമുക്കെല്ലാം സന്തോഷം, അദ്ദേഹം വളരെ ആരോഗ്യവാനായിട്ട് തിരിച്ചു വന്നപ്പോൾ നമുക്കൊക്കെ വലിയ സന്തോഷം. പക്ഷെ അദ്ദേഹത്തിൻ്റെ വേറൊരു സാധാരണക്കാരനാണെങ്കിൽ ഒരു പക്ഷേ വളരെ വിഷമിക്കത്തില്ലേ? ഇങ്ങനെ കുടുംബം ചെയ്യും മുന്നോട്ട് എങ്ങനെ പല അതെ. അപ്പോഴ് ദാരിദ്ര്യ ദുഃഖത്തോളം വലിയ ദുഃഖമില്ല, രോഗം അതിന് തൊട്ട് താഴെയുള്ളൂ. അപ്പം സ്ത്രീകൾ ഡെഫിനറ്റായിട്ടും, കാരണം എന്തെങ്കിലും ഒരു ജോലി ചെയ്ത്
ഇപ്പം പഴയ കാലമല്ല, പണ്ടൊക്കെ പഠിക്കണം എന്നായിരുന്നു പറയുന്നത്, വലിയൊരു ഡിഗ്രി എടുക്കണം. ഇപ്പം പഴയ കാലമല്ല, നമുക്ക് എന്തെങ്കിലും ഒരു സ്കില്ലുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സ്കില്ല്, ഒരു മനസ്സ് മതി ചെയ്യാനുള്ള. ഒരു 2-3 ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ്, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്താൽ മതി. ഒരു ഡെഡിക്കേഷൻ വേണം, ഒരു ഹാർഡ് വർക്ക് വേണം, പിന്നെന്താ ഒരു ആറ്റിറ്റ്യൂഡ്. അങ്ങനെ ഒരു 2-3 ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും പോയി ജീവിക്കാം. ഏത് സ്ത്രീക്കും ഞാൻ ഏത് പാതിരാത്രിക്കും ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. സോളോ ട്രാവലറാണ് ഞാൻ. ശബരിമല ഇവിടുന്ന് സൈക്കിളിൽ ഒറ്റയ്ക്ക് പോയ ഒരാളാണ് ഞാൻ. അയ്യപ്പ നമ്മുടെ മുന്നിലിരിക്കുന്ന ചെറിയൊരു വ്യക്തിയല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഐ ആം നോട്ട് എ ബിലീവർ. അത് നമ്മുടെ സദ്ഗുരു ജഗ്ഗി വാസുദേവ് നമ്മുടെ ശബരിമല ഇഷ്യൂ നടക്കുമ്പോഴാണ് ഞാൻ പോകുന്നത്. നടുക്കിന് പിന്നെ ഒരുപാട് ഹറാസ് ചെയ്യാൻ ഉള്ള ശ്രമം ഉണ്ടായി. അന്ന് പോലീസൊക്കെ വളരെ കെയർഫുള്ളായിട്ട് നിന്ന് ഞാൻ അങ്ങനെ പോയപ്പോൾ. കാരണം ഐ എം എഗൻസ്റ്റ് ആ ഒരു സമരത്തിൻ്റെ അങ്ങനെ കത്തി നിൽക്കുമ്പോഴാണ് ഞാൻ പോയത്. അപ്പം പക്ഷേ ഞാൻ പറഞ്ഞു, പ്രത്യേകമായിട്ട് മീഡിയക്കാരോട് ഞാൻ പറഞ്ഞിരുന്നു, ഞാനൊരു സർക്കാർ ഗവൺമെൻറ് സ്ഥാപനത്തിൽ ഉത്തരവാദിത്തമുള്ള ജോലിയിൽ ഇരിക്കുന്ന ആളാണ്. ഒരു കാരണവശാലും എനിക്കിപ്പം കഞ്ഞി കുടിച്ച് പോകണം, അന്നം മുട്ടിക്കരുതെന്ന്. കാരണം മീഡിയക്കാരൊക്കെ അന്ന് 24 തുടങ്ങുന്ന സമയമാണ്. അവരെല്ലാവരും ഇൻ്റർവ്യൂ കൊടുത്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾ അത് സൂക്ഷിച്ചു വെച്ചോ, വേണമെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യരുത്, പബ്ലിഷ് ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു. അപ്പം സ്ത്രീകൾ പ്രധാനമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആവണം, ഡെഫിനറ്റ്. പിന്നെ ഞാൻ പറഞ്ഞു വന്ന കാര്യം, എനിക്ക് വന്ന ക്യാൻസറുകൾ മുഴുവൻ ഇമോഷണൽ ഇഡിയറ്റാണ് ഞാൻ. ഇൻ്റലിജൻ്റ് ആണെന്ന് തന്നെ ഞാൻ തന്നെയല്ല, അങ്ങനെ പലരും പറയാറുണ്ട് ഇൻ്റലിജൻറ്റ് ലേഡി അങ്ങനെയെന്നൊക്കെ. പക്ഷേ ഞാൻ എന്നെ ഒരു ഇൻ്റലിജൻറ്റ് ലേഡിയായിട്ട് കാണുന്നില്ല. കാരണം ഇമോഷണൽ ഇൻ്റലിജൻസ് കുറച്ച് കുറവുണ്ട് എനിക്ക്. അതെനിക്കറിയാം. കാരണം എൻ്റെ ഒരു ഡ്രോബാക്ക് എനിക്കറിയാം. ഒരു ഇഡിയറ്റ് ആണ് ഇമോഷണലി എന്ന് നമുക്കറിയാം. അപ്പോൾ ഇമോഷണലി നല്ല സ്റ്റേബിൾ ആകണം. ഇമോഷണൽ സ്റ്റെബിലിറ്റി, അവിടെയാണ് ഗീതയുടെ പ്രസക്തി വരുന്നത്. ഞാൻ അതുകൊണ്ടാണ് 2004 ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗീതയിലുള്ള റിസർച്ച് തുടങ്ങി വെച്ചത്. അപ്പോൾ അതങ്ങോട്ട് കൊണ്ടുപോകാൻ ഇങ്ങനെ ഈ പറഞ്ഞ മാതിരി രോഗങ്ങളും ഭയങ്കര വലിയ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്ന അവസ്ഥകൾ. അപ്പോൾ എനിക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ വോക്കേഴ്സ്. അപ്പോൾ എൻ്റെ ഒരു അമൃത യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ടായിരുന്നു റിസർച്ച് തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു മെൻറ്റർ, ഒരു സ്വാമിയുണ്ട് അവിടെ, സ്വാമി തപസ്യാമൃതാനന്ദ ചൈതന്യ പുരി ചൈതന്യായിരുന്നു, തപസ്യാമൃത സ്വാമി എന്ന് വിളിക്കാം. അപ്പോൾ സ്വാമി എന്നോട്, അപ്പോൾ എൻ്റെ ഈ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ എന്നെ സ്ട്രീറ്റ് സൈഡ് റിസർച്ചർ എന്നാണ് വിളിക്കുന്നത് എന്നെ. കാരണം ഞാനിവിടുന്ന് പുസ്തകമൊക്കെ ആയിട്ട് അവിടെ പോയിട്ട് ഏതെങ്കിലും പോയി കിടന്ന് അങ്ങനെ കുറേ ഗീതയും കാണും, ഇങ്ങനെ എഴുതും ആ വഴിയിലൊക്കെ. അപ്പം പിന്നെ സ്ട്രീറ്റ് സൈഡ് റിസർച്ച് എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കഷ്ടപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നതിന് ഒരു ആധികാരികത ഉണ്ടാവും. ഗീതയിൽ ഞാനിപ്പം എനിക്ക് തോന്നുന്നു മേ ബി അത് പബ്ലിഷ് ചെയ്തിരുന്നു, അല്ല അത് എന്നുവെച്ചാൽ അത് മീഡിയയുടെ ശ്രദ്ധയിലോ അല്ലെങ്കിൽ ഗിന്നസ് ബുക്കിൻ്റെ ശ്രദ്ധയിലോ കൊണ്ടുവരുന്നെങ്കിൽ ഒരു ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടാനുള്ള അത്രയും വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഗീതയിൽ. അതായത് ഡിഫറെൻറ്റ് ഗീത ബേസ് ചെയ്ത് നാടകമല്ലാത്തതെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. നോവലുണ്ട്, റിസർച്ച് തീസിസ് ഉണ്ട്, പിന്നെ മ്യൂസിക്കൽ ആൽബം എന്ന് വെച്ചാൽ കോമ്പാക്റ്റായിട്ടും ചെയ്തിട്ടുണ്ട്, കുറച്ച് അതിൻ്റെ ഒരു എസൻസ് മാത്രം എടുത്തും ചെയ്തിട്ടുണ്ട്. ഫുൾ ഗീത ഈരടികളാക്കി ബുക്ക് ചെയ്തിട്ടുണ്ട്. 2005 സംസ്ഥാന സർക്കാർ അവാർഡ്, ഉത്തമ പഠന ഗ്രന്ഥത്തിനുള്ളത് അവാർഡ്, അതായത് വിഷാദപർവ്വത്തിൽ നിന്ന് കർമ്മയോഗത്തിലേക്ക് നയിക്കുന്ന ഗീത എന്നുള്ള എൻ്റെ ഒരു പഠന ഗ്രന്ഥത്തിനായിരുന്നു. പക്ഷെ അത് എന്തോ ഈശ്വരേച്ഛ അത് പബ്ലിഷ് ചെയ്ത് വരരുതെന്നായിരുന്നു. കാരണം എനിക്ക് കിട്ടിയ പബ്ലിഷർ ഇതും കിട്ടി, സംസ്ഥാന സർക്കാരിൽ നിന്ന് അത് പബ്ലിഷ് ചെയ്യാൻ നമുക്കൊരു എമൗണ്ട് തരുമായിരുന്നു. അന്ന് ഇത്ര ഒരു എമൗണ്ട് തരുമായിരുന്നു നമുക്ക് അവാർഡ് വിന്നേഴ്സിന്. ആ പൈസയും കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ആൾക്ക് എന്തോ ഫിനാൻഷ്യലി ഇതായിട്ട് അത് പുള്ളിയുടെ പ്രസ് അങ്ങ് പൂട്ടിപ്പോയി. ആൾ എന്നെ സമീപിച്ച, ഞാൻ അങ്ങോട്ട് സമീപിച്ചതല്ല, ഈ അവാർഡ് പ്രഖ്യാപിച്ചത് കണ്ടുകൊണ്ട് അന്ന്
എനിക്ക് തോന്നുന്നു ബാബു കുഴിമറ്റമായിരുന്നു തോന്നുന്നു അവാർഡ് കമ്മിറ്റി ചെയർമാൻ. അപ്പം അങ്ങേര് പറഞ്ഞു വിട്ടതാണ് ഇയാളെ. എന്തായിരുന്നു ആളുടെ പേര്? അങ്ങ് തിരുവനന്തപുരത്ത് എവിടെയോ ഉള്ള ഒരാളാണ്. ആൾ വന്നപ്പോൾ ആളുടെ ബുദ്ധിമുട്ട് കണ്ട് ഞാൻ ഈ പൈസ ഉൾപ്പെടെ ആൾക്ക് കൊടുത്തു, എൻ്റെ മാനുസ്ക്രിപ്റ്റും കൊടുത്തു. പക്ഷേ ആൾക്ക് എന്തോ ബുദ്ധിമുട്ടായി, എന്ത് ചെയ്യാൻ പറ്റും, ആൾക്ക് എന്തോ ആക്സിഡൻ്റ് ആയി, ആളുടെ പ്രസ്സും പൂട്ടി, അങ്ങനെ ആയിപ്പോയി. അത് പബ്ലിഷ് ചെയ്തില്ല. പിന്നെ അങ്ങനെ അത് നമ്മൾ പിന്നെയും ഡൈവേർട്ട് ചെയ്ത് പോകുന്നു, അത് പിന്നെ പറയാം. അപ്പോൾ കഴിഞ്ഞ് അതാണ് ഫസ്റ്റ് ക്യാൻസർ എക്സ്പീരിയൻസ്. അപ്പോൾ അതിനകത്തിൽ ഞാൻ പറയാൻ വന്നത്, അതിനകത്തിൽ ഏറ്റവും വലിയ ഒരു എല്ലാവർക്കും എനിക്കും അത്ഭുതവും സന്തോഷവും ഒക്കെ തോന്നിയൊരു കാര്യം, എൻ്റെ മുടി കൊഴിഞ്ഞില്ല. കുറച്ച് വണ്ണം വെച്ച് കേട്ടോ, ഇത്രയും വെയിറ്റ് ഗെയിൻ വന്നത് അതിന് ശേഷമാണ്. അതുവരെ കുറച്ചുകൂടെ നല്ലൊരു ഫിറ്റ് ബോഡി ആയിരുന്നു, യോഗയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഫുഡൊക്കെ വളരെ കൺട്രോളായിട്ട് കഴിക്കുന്നുണ്ട്. വളരെ വെയിറ്റ് എപ്പോഴും ഒരു 70 ക്രോസ് ചെയ്തിട്ടേ ഇല്ല അന്ന് വരെ. പക്ഷേ അന്ന് കുറച്ച് വെയിറ്റ് വെച്ചു എന്നുള്ളതല്ലാതെ മോള് പറയും, അമ്മയുടെ മുടി ഇത്രയും ഹെൽത്തി ആയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഗ്ലോയിങ് ഹെയർ ആയിട്ട്. MS കോളേജിൻ്റെ പ്രിൻസിപ്പള് എന്തായിരുന്നു സാറിൻ്റെ പേര്? ഷെയ്ഖ് സാർ ഒരു ദിവസം, ഞാൻ അന്ന് മക്കളവിടെ പഠിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ ഗേറ്റിൽ നിന്ന് ഇങ്ങനെ ചെല്ലുന്ന കണ്ടുകൊണ്ട് പുള്ളി കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട്, അപ്പോൾ പുള്ളിക്ക് എന്നെ മനസ്സിലായില്ല. അപ്പോൾ പറഞ്ഞു, ഓ ഗീത, യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് തന്നെ അങ്ങ് ഐ കുഡന്റ് റെക്കഗ്നൈസ് യു. കാരണം അവിടെ നിന്ന് നടന്നു വരുന്ന കാണുമ്പം അത്രയും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ ഹെയറും ആകെ അങ്ങോട്ടൊരു ഇത് ഡിസ്ട്രക്റ്റിങ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പൊതുവെ ഒന്ന് ഉരുണ്ടു നല്ലോണം, ഒന്ന് വെയിലൊന്നും കൊള്ളാതിരിക്കുമ്പോൾ ഒരു കുറച്ചുകൂടെ ഒരു നിറം, അങ്ങനെ ഒരു ഗ്ലോ വരും. അപ്പോൾ അങ്ങനെയായി. അതെന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമായിരുന്നു എല്ലാവർക്കും. അതെന്ന് പറഞ്ഞാൽ ഈ കിമോ എടുക്കണം അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു ഇഞ്ചക്ഷൻ വേണമെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഇത് കിമോയാണെന്ന്. അപ്പോൾ തന്നെ നമ്മുടെ മൊത്തത്തിൽ അങ്ങ് ഇതാവുമല്ലോ. അപ്പോഴന്ന് ഡോക്ടർ ജയപ്രകാശ്, CP ജയപ്രകാശ് എന്ന് പറഞ്ഞ ഡോക്ടറാണ് ഹെഡ് ഈ ഗൈനക് ഓങ്കോളജിയുടെ. അപ്പം പുള്ളിയുടെ തൊട്ട് അസിസ്റ്റൻ്റ് ഒരു ജോൺ ഡോക്ടറാണെന്ന് തോന്നുന്നു, ഡോക്ടർ ജോണ്. അപ്പം ഡോക്ടർ ആണ് പറഞ്ഞത്, മുടി കൊഴിയാതിരിക്കാൻ ഇപ്പോൾ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, നമുക്കത് എടുക്കാവുന്നേ. കുറച്ച് കോസ്റ്റ്ലിയാണ്, 20-25,000 ഒക്കെ ആകും. നമ്മളൊരു പ്രിപ്പറേഷൻ ഇല്ലാതല്ലേ ആദ്യം ചെല്ലുന്നത്, അത്രയും പൈസ ആകുമെന്നൊന്നും അറിയത്തില്ലല്ലോ, വേണ്ടി വരും എന്നറിയാം. അപ്പം വേണമെങ്കിൽ, അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, വേണമെങ്കിൽ എടുക്കാം, നമുക്ക് പ്രശ്നമില്ല. എനിക്ക് എടുക്കണം എന്നായിരുന്നു, കാരണം എനിക്ക് മുടി ഒഴിഞ്ഞ വല്ലാത്തൊരു രൂപമാകുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. അതെ, അതൊരു വല്ലാത്ത രൂപം എന്ന് വെച്ചാൽ മുടി കൊഴിയുന്നതൊന്നും ഞാൻ മുട്ടടിക്കണം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും. മുടി കൊഴിയുന്നതും എനിക്കൊരു വിഷയമല്ല, പക്ഷെ നമുക്കൊരു എന്താ, നമുക്ക് കാണുന്നവർക്കും നമുക്കും വിഷമം ഉണ്ടാക്കുന്ന ഒരു അപ്പിയറൻസ് ആയി പോവല്ലോ. ഒരുപക്ഷെ നമ്മൾ ഈ ക്യാൻസർ പേഷ്യന്റിന് അല്ലെങ്കിൽ ക്യാൻസർ എന്ന അവസ്ഥയിലുള്ള ഒരു വ്യക്തിയെ നമ്മൾ തിരിച്ചറിയുന്നത് പോലും ഈ ഒരു സിംറ്റംസ് കൊണ്ടാണ്. അതെ. പക്ഷേ മുടി കൊഴിഞ്ഞില്ല. അത് അങ്ങനൊരു ഇത് വന്നില്ല. എന്തെന്താന്ന് വെച്ചാൽ, അപ്പോൾ എനിക്ക് മനസ്സിലായത് ഡെഫിനറ്റ്ലി അതിന് തൊട്ട് മുമ്പുള്ള നമ്മുടെ പ്രിപ്പറേഷൻസ് ഉണ്ടല്ലോ, ഈ നാച്ചുറോപ്പതി, രണ്ടോ എനിക്ക് 1-2 മാസം അത്രയേ ഉള്ളൂ. കംപ്ലീറ്റ്ലി വേവിക്കാത്ത ഭക്ഷണം, പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഇങ്ങനെ മരുന്നുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് അതെല്ലാം ചെയ്തു. എന്ന് മാത്രമല്ല, നാച്ചുറോപ്പതിയുടെ ഗുരുക്കന്മാരെപ്പോഴും, അതായത് വർമ്മസാറിൻ്റെ പ്രധാന എന്ന് വെച്ചാൽ ഫസ്റ്റ് ലൈൻ ശിഷ്യന്മാരായിരുന്നു എൻ്റെ ഗുരുക്കന്മാരെല്ലാം. ഒന്ന് പണിക്കർ സാറിനെ അറിയാമോ? പണിക്കർ സാറിനെ അറിയില്ലയോ? കേട്ടിട്ടുണ്ട്. പണിക്കർ സാർ നമ്മുടെ ഈ കുറച്ച് കഴിഞ്ഞ വർഷം മരിച്ചത്, PG പണിക്കർ. അദ്ദേഹം ശാസ്താംകോട്ട DB കോളേജിലെ മാത്സ് പ്രൊഫസറായിരുന്നു. ഒന്ന് പണിക്കർ സാറ്, പിന്നെ കരുവാറ്റ ഒരു ഗോപാലൻ സാറുണ്ട്, പിന്നെ വർമ്മ സാറിൻ്റെ തന്നെ ഫസ്റ്റ് ലൈൻ ശിഷ്യനാണ് ഒരു സോമരാജൻ സാറുണ്ട്, അവരൊക്കെ മരിച്ചുപോയി. ഗോപാലൻ സാറുണ്ട് ഇപ്പോഴും. പിന്നെ ദയാൽ സാറിനെ കേട്ടിട്ടില്ലേ? ദയാൽ സാറ്, ഇവരൊക്കെയാണ് എൻ്റെ ഗുരുക്കന്മാർ. അപ്പം പിന്നെ നമ്മുടെ പാരമ്പര്യവും ഇവരുടെ എല്ലാ തരത്തിലുള്ള എപ്പോഴും അവരുടെ ഒരു ഡയറക്ഷൻസ് എപ്പോഴും ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അതുമൊക്കെ കൊണ്ട് ആണ് എനിക്ക് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും മുടി കൊഴിയാതെയൊക്കെ വന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേ ഈ ആലപ്പുഴക്ക് പോയി വരാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ എനിക്കൊന്ന് CR ജയപ്രകാശ് സാറ് ഹെൽപ്പ് ചെയ്തു, നമുക്ക് എങ്ങനെയെങ്കിലും കുറച്ചുകൂടെ അടുത്ത് തരാം. അങ്ങനെ ഹരിപ്പാട്ട് കിട്ടി. ഹരിപ്പാട്ട് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു ഫെബ്രുവരി ടൈമൊക്കെ ആയപ്പോഴത്തേക്ക്, അപ്പോൾ ഇങ്ങനെ ചൂട് തുടങ്ങിയിട്ട് സഹിക്കാൻ വയ്യ. നമ്മൾ
ചൂടും ഈ ഹോട്ട് ഫ്ലഷസ്, ഫ്ലൈയിങ് പെയിൻ, ഇതിനൊക്കെ മരുന്ന് നമുക്ക് ഞാൻ തന്നെ എന്ന് വെച്ചാൽ പരീക്ഷ, അത് പണിക്കർ സാർ എപ്പോഴും പറയുമായിരുന്നു, ഗീത അത് ഒരു കാരണവശാലും ഗീത തന്നെ പരീക്ഷിച്ച ഈ കണ്ടെത്തി അനുഭവിച്ച ഈ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. ഒരു കാരണം എന്ന് വെച്ചാൽ അടുത്ത തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഇതേ ഉള്ളൂ. അതിന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന് ചെമ്പരത്തി വെള്ളം, ചെമ്പരത്തി പൂവിട്ട് തിളപ്പിച്ച വെള്ളം. അത് മെനോപോസ് ആവുന്ന എല്ലാ സ്ത്രീകൾക്കല്ല എല്ലാവർക്കും നല്ലതാണ്. ഈ ചുവന്ന ചെമ്പരത്തി പൂവിട്ട് തിളപ്പിച്ച വെള്ളം ഇളം ചൂടോടെ നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം. പിന്നെ നേരിട്ട് കുടിക്കാം, അല്ലെങ്കിൽ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചിട്ട് മധുരയിട്ടോ തേൻ ചേർത്തോ ഉപ്പ് ചേർത്തോ എങ്ങനെയാണോ ഇഷ്ടം. പിന്നെ ക്യാൻസർ ഒരു അക്യൂട്ട് കണ്ടീഷനിൽ ഒഴിവാക്കേണ്ട 2 കാര്യങ്ങളാണ് ഉപ്പും പഞ്ചസാരയും. അക്യൂട്ട് കണ്ടീഷൻ അല്ലാത്തപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഞാൻ വല്ലപ്പോഴും ഇത്തിരി കഴിക്കാറുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ പഞ്ചസാര ഡയബറ്റിക് പേഷ്യൻസും മാത്രമല്ല, പഞ്ചസാര ക്യാൻസർ പേഷ്യൻസിനും മാത്രമല്ല. ഏറ്റവും ബുദ്ധിമുട്ട് എന്താണെന്നറിയാമോ? ഈ ജോയിൻറ്റ് പെയിൻ ഉള്ളവർ, ജോയിൻറ്റ് പെയിൻസ്, മുട്ടുവേദന, നടുവേദനയുള്ളവർ പഞ്ചസാര തൊടരുതെന്ന് ഞാൻ പറയും. ഇവിടെ ഞാൻ വല്ലപ്പോഴേ നമ്മുടെ കൂടെ ആർജെ ആര്യയുണ്ട്. ആര്യ പഞ്ചസാര ഫാനാണോ? അല്ല, എനിക്കൊരു 1-2 ചായ എനിക്ക് ഒരു പാഷനാണ്. അങ്ങനെ നിർബന്ധമല്ല, അഡിക്റ്റൊന്നുമല്ല. പക്ഷെ 1-2 ചായ കുടിക്കാനൊരു ഒരു സന്തോഷമാണ്. കുടിച്ചില്ലെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് മധുരം ഇടാതെ കുടിച്ചില്ലെന്നേ ഉള്ളൂ. കുടിക്കുകയാണെങ്കിൽ നല്ല അമ്മാതിരി ഒരു പഞ്ചിൽ കുടിക്കണം. മധുരം ഇട്ട് ഒരിത്തിരി ഇഞ്ചിയൊക്കെ ആ ഒരു പഞ്ച് വേണം. പഞ്ചസാര ഫാനാണെങ്കിൽ ഇഞ്ചി ഇട്ട് കുടിച്ചാൽ മതി. അതിൻ്റെ ഇഞ്ചി ഇട്ട ചായ കുടിച്ച അല്ല. പക്ഷെ ഇവിടെ എന്താ ചെയ്തെന്നറിയാമോ? ഞാൻ എപ്പോഴും ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോയി അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ നമുക്ക് ശർക്കര ഇട്ട് തന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ ശർക്കര ഇട്ടാണ് ചായ ഉണ്ടാക്കുന്നത്. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് നമ്മൾ അറിയില്ല. ഞാൻ പലരോടും ഇവിടെ വരുന്നവരോട് ചോദിക്കും അറിയുന്നുണ്ടോ എന്ന്. അപ്പം അറിയാത്ത രീതിയിൽ ഒത്തിരി ആയിക്കഴിഞ്ഞ് പോകരുത്. ഈ ശർക്കര അങ്ങോട്ട് അതിൻ്റെ ഒരു ലിമിറ്റ് അങ്ങ് വിട്ടുപോയ ശർക്കര പായസത്തിൻ്റെ ടേസ്റ്റ് വരരുത്. ആ ഒരു ഒത്തിരി അങ്ങ് ആകാതിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ്. ഒരു നേരം 2 നേരമൊക്കെ കുഴപ്പമില്ല. ഒരു 4 ദിവസമൊക്കെ കണ്ടിന്യൂസ് പഞ്ചസാര ഇട്ട് ചായ കുടിച്ചു കഴിഞ്ഞാൽ മുട്ടുവേദന, നടുവേദന, ജോയിൻറ്റ് പെയിൻ ഉണ്ടാവും. പഞ്ചസാര വളരെ ദോഷിയാണ്. പിന്നെ ക്യാൻസർ കണ്ടീഷനിൽ ഉപ്പ് ഒഴിവാക്കണം. ഞാനെന്താ ചെയ്തത്? ഉപ്പും പഞ്ചസാരയും തൊട്ടില്ല. മധുരത്തിന് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ ശർക്കരയോ തേനോ കഴിക്കും. പിന്നെ ഉപ്പിനെ വല്ലാണ്ട് അങ്ങ് നമുക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ പിങ്ക് സോൾട്ട് വാങ്ങിയേക്കും, ചെറിയ അളവിൽ. ശരിക്കും നമുക്കറിയാം, നാച്ചുറോപ്പതി എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ വന്നപ്പോൾ നമ്മളെ മാം വെൽക്കം ചെയ്തത് സ്വന്തമായി മാം തന്നെ കുക്ക് ചെയ്ത കുറച്ച് സ്നാക്സ് ആയിരുന്നു. അപ്പം ആ ഒരു സ്നാക്സിൻ്റെ കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് കടക്കാം.